പ്രതിസന്ധികളിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ഡിസംബർ 24-ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ ഇറങ്ങുമ്പോൾ അതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. സീസണിലെ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ആദ്യ മത്സരത്തിൽ നമുക്ക് അവരുടെ തട്ടകത്തിൽ വെച്ചുണ്ടായ അപമാനത്തിന് എണ്ണി കണക്കുകൾ തീർക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്നോണം ബ്ലാസ്റ്റേഴ്സിന് പരിക്ക് കാരണം നായകൻ അഡ്രിയാൻ ലൂണയെ തന്നെ നഷ്ടമായി. മുംബൈക്കെതിരെ ഇനി എന്ത് എന്നൊരു നിലയിൽ നിൽക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോട്ടറി തന്നെ അടിച്ചിരിക്കുന്നത്. മുംബൈ സിറ്റി മോഹൻ ബഗാൻ മത്സരത്തിൽ റെഡ് കാർഡുകൾ റെഫറി വാരി വിതറിയപ്പോൾ മുംബൈ സിറ്റിയുടെ 4 പ്രധാന താരങ്ങളാണ് റെഡ് കാർഡ് കണ്ട് പുറത്തായത്. അതിനാൽ തന്നെ ഈ 4 താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല. മുംബൈ സിറ്റിയെ സംബന്ധിച്ച് അവരുടെ പ്രധാന താരങ്ങളെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് 11-ൽ വരുന്ന 3 താരങ്ങളും സബ്ബായി ഇറക്കുന്ന 1 താരവുമാണ് റെഡ് കാർഡിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ പുറത്തിരിക്കേണ്ടി വരുന്നത്. മുംബൈ സിറ്റിയുടെ ശക്തമായ പ്രതിരോധ നിരയിലെ ആകാശ് മിശ്രയും രാഹുൽ ബേക്കയും, അതുപോലെ ആക്രമണത്തിൽ മുംബൈ സിറ്റിയുടെ പ്രധാന താരങ്ങളായ ഗ്രെഗ് സ്റ്റിവാർഡും വിക്രം പ്രതാപ് സിംഗുമാണ് പുറത്തിരിക്കേണ്ടി വരുന്ന 4 താരങ്ങൾ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ലൂണയ്ക്ക് പകരം മുംബൈ സിറ്റിയുടെ 4 താരങ്ങളെ പുറത്താക്കിയാണ് ഭാഗ്യം തുണച്ചിരിക്കുന്നത്. ഇതറിഞ്ഞതു മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പൂർവാധികം ആവേശത്തോടെ ഡിസംബർ 24-ാം തീയതിക്കായി കാത്തിരിക്കുകയാണ്. എവേ മത്സരത്തിൽ മുംബൈയുടെ മണ്ണിൽ നേരിട്ട എല്ലാ അപമാനത്തിനും ക്രിസ്മസ് ഈവ് കൂടിയായ അന്നേ ദിവസം മുംബൈക്ക് മേൽ വിജയം ആഘോഷിച്ചു വേണം സംതൃപ്തരാകാൻ. തിരിച്ചടികൾക്കിടയിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു സുവർണാവസരം തന്നെയാണ്. കരുത്തരായ മുംബൈ സിറ്റിയുടെ 4 പ്രധാന താരങ്ങൾ ഇല്ലാതെ ഇറങ്ങുന്ന മുംബൈ സിറ്റിയെ കീഴടക്കാൻ നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഡിസംബർ 24-ാം തീയതി ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം കോട്ടയായ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആർത്തിരുമ്പുന്ന മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി ആ കർമ്മം കൂടി അങ്ങ് തീർത്താൽ മതി, എല്ലാം ശുഭം. ഇനിയും ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ബ്ലാസ്റ്റേഴ്സ് പായും തലേണയും എടുത്ത് സ്ഥലം വിടുന്നത് തന്നെയാകും ഏറ്റവും നല്ലത്. എന്തായാലും പോസിറ്റീവായി തന്നെ എല്ലാം നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.